ചുറ്റുപാടും ശ്രദ്ധിക്കുക. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പയ്യെ 10 സെന്റിമീറ്റർ ഗ്യാപ്പിൽ നീളത്തിൽ വരിവരിയായിടുക. എങ്ങനെ ശാസ്ത്രീയമായിട്ട് പിടിക്കാമെന്ന് ഞാൻ കാണിച്ചു. അവൻ്റെ ഒരു ചിന്നിക്കുഴി ഇന്ന് ശരിയാക്കി തരാം. ചിന്നിക്കുഴി വന്നോട്ടെ, ചിന്നിക്കുഴി വന്നോട്ടെ, വന്നോട്ടെ. വാസു, വാസു, പണി പാളിയാ. എന്താ ചേച്ചി? ഞങ്ങളുടെ ചിന്നുകോഴിനെ കണ്ട? ഇല്ലല്ലോ. സുമേന്തിയെ? അവള് വീട്ടിൽ പോയിരിക്കാണ്. എന്ന് വരും? 2 ദിവസം കഴിയും. രക്ഷപ്പെട്ടു. ആരാ? എന്റെ ദൈവമേ, ആരുമില്ലേ? ഓ, എനിക്ക് തോന്നിയതാണ്. അയലത്തെ ചിന്ന കോഴി ഇന്ന് വാസുവിന്റെ കറിയായി മാറി. ആരെ വിളിച്ചോ? പോലീസാ? ദൈവമേ, പണി പാളി. അയ്യോ, അവരെന്നെ കണ്ട. എന്നാലും കോഴിയുടെ ചോര എങ്ങനെ? ഓ, കോഴിക്കുള്ള പേരും വന്നു. ഈ ചേടത്തിങ്ങനെ കാണിക്കുമെന്ന് കരുതില്ല. ഇനിയിപ്പം നോക്കാനില്ല, എന്തായാലും പിടികൊടുത്തേക്ക്. ഇതിലൂടെ പോയി പോലീസുകാരാണ് പോയി. ഈ ചോര ഇവിടെ ഇതെന്താ പറ്റി? ഇവിടെ ഈ കോളനി വേണമല്ലോ. നീയോ നീയോ വീട് മുട്ടിയാണോ സാറേ? സാറെ കറി അടുപ്പത്തിരിക്കുന്നത്. എനിക്കൊന്നും അറിയില്ല സാറേ. എന്നെ അയ്യോ,
നമ്മളെല്ലാരും നീ കാണായിരുന്നു. അനിലിനെ അമ്മ കൊന്നേനെ. ആര്? നമ്മളാ? ആ നമ്മള്. അനിലെങ്ങനെണ്ടാ? അവന് വലിയ കുഴപ്പമൊന്നുമില്ല. ആണോ? മെസ്സി, നിനക്ക് ഈ സാധനം മേടിക്കാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടിയേ? എടാ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് പോയതാടാ. പോയതാ? അല്ല, അടിച്ചു മാറ്റിയതാ. ഇതിലെ കുഴപ്പമുണ്ടോ? ആ ഇനി ഇതിന്റെ ബാലൻസ് പണി എന്നാണ് കിട്ടാൻ പോണേ? വാസുവേട്ടൻ എന്നോട് ദേഷ്യണ്ടോ? മിണ്ടാണ്ടില്ലോ. പോയോ? പോയടാ എനിക്ക് പോയി. പാവം. നീയല്ലേ പണി കൊടുത്തേ, എന്നിട്ടൊരു പാവം. ഡാ നല്ല സൂപ്പർ കറി. ഇത് എവിടുന്നാടാ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ആ നിന്റെ ഉള്ള കോഴിയാ. പാസ്വേർഡ് അടിച്ചു. നൈസായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അടിച്ചു. ചിന്നുകോഴി. ജോസേട്ടാ ഇവിടെ എടാ വില്ലന്മാരെ, ഇതാണ് പണിയല്ലേ? വാ ഇരിക്കി. കൊള്ളാം. എടാ ക്ലാസ് എടുത്ത് ദേ ഒരു ചെറുതടിച്ചാലാ? ആ കുഴപ്പമില്ല ഒഴിച്ചോ. മതി മതി മതി. എന്നാലേ പഴയ നാടകത്തിൽ ഒരു പാട്ടെടുത്തങ്ങോട്ട് കീച്ചി പാടണോ? ആ ആന്ന് പാട്. പുറത്തു 3 വരയുണ്ടെന്നാൽ പൂവാലങ്കിളിയല്ല, തെന്നി തെന്നി ചാടി നടക്കും 90 പുറത്തു 3 വരയുണ്ടെന്നാൽ പൂവാലങ്കിളിയല്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറുതിന്റെ അടിക്കും ജോസേട്ടാ. എന്റെ കോഴിനെ കൊണ്ട് തിന്നത് ഏത് നാറിയായാലും അവൻ ഒരു കാലത്തും കയറ്റി പിടിക്കില്ല. വയറിളയിച്ചാവുള്ളൂ. പിന്നെ എന്റെ പൊന്നു അമ്മി ഒന്ന് നിർത്ത്. എന്തിനാ രാവിലെ ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കണേ? നിനക്കത് പറയാ. ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയ കോഴിയാന്നറിയാമോ? ഉണ്ടായത് വേറെ ആർക്കും ഗതി പിടിക്കില്ല. വയറിളയിച്ചാവുള്ളൂ. എന്റെ മോനിത് എന്ത് പറ്റിയാവോ? ഒരുപാട് നേരായില്ല തൂറാൻ നടക്കണേ. മാട്ടിക്ക് എത്ര ദിവസത്തെ ലീവ് ഉണ്ട്? മരിയയുടെ കല്യാണം കഴിഞ്ഞു പോകുന്ന പറഞ്ഞു. എന്തെല്ലാരും കൂടി ഒരു ഗൂഢാലോചന എന്റെ കല്യാണക്കാര്യം വല്ലാണോ? ഇമ്മണി പുളിച്ചു അങ്ങനെ ഇപ്പൊ കേട്ടണ്ട. ആണ്ടടി ഞാൻ മാത്രം ഇങ്ങനെ മൂത്തരിച്ച് കിട്ടിയെന്നാ? നമുക്ക് ഇവിടെ കെട്ടിച്ചോടണ്ടേ? വേണം. അതിന് പെണ്ണ് സമ്മതിക്കണ്ടേ? ആരെങ്കിലും ഉണ്ടോ മോളെ നിന്റെ മനസ്സില്? ആ ഒരാളുണ്ട്. ആരാ മോളെ? ആ ജാക്കി. കണ്ട് ഏത് നേരം നോക്കിയൊക്കെ ഇരുമ്പാമ്പോ ഞാൻ പോണു. തീരെയും പാമ്പും കരയുമ്പടി ഉണ്ടാവോ ആവോ? എന്തൊക്കെ? അപ്പാ ടൗണിലെ എൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന സ്വർണ്ണക്കടയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ പൈസ അഡ്ജസ്റ്റ് ചെയ്ത് തരും. നമുക്ക് തിങ്കളാഴ്ച എടുക്കാം. ഫോൺ അടിക്കണ്ടല്ലോ. ഒരു 50 രൂപ വാങ്ങിക്കായിരിക്കും. ബോള് നോക്കിയെന്നോട്ടാ. ബോള് പിടിക്കടാ. പിടിക്കാലേ. ഈ ബോളിലായിട്ടുള്ള ഊട്ടാ. ശ്രദ്ധിക്കണത് താഴ്ത്തോണ്ട് തീർന്നു. നീ ആ പട്ടിക്കുള്ളിലേക്ക് എടുത്ത് വെച്ചേക്ക്. ഞാൻ പിന്നെ എടുത്തോളാം. നോക്കാം. ആ അനിലേട്ടാ, ആ ബക്കറ്റിലുള്ള എന്തുട്ടാ? ബോംബടാ. പിന്നെ ആ വെറുതെ തട്ടി വിടാണ്.
ആ ഇല്ലാത്ത ഔട്ടായി ഞാൻ അറിയാം